വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. നിലമ്പൂരിലെ ആദിവാസി ഊരുകൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് കാട്ടുതേൻ സംഭരിക്കാൻ സർക്കാർ തീരുമാനം. വനംവകുപ്പും പട്ടികവർഗ വകുപ്പും കാട്ടുതേൻ സംഭരണത്തിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം ഒഴിവാക്കി. വനംവകുപ്പ് ഇന്നു മുതൽ തേൻ സംഭരണം തുടങ്ങുമെന്ന് നിലമ്പൂർ നോർത്ത് DFO P. കാർത്തിക്. തേൻ സംഭരണത്തിന് ഫണ്ട് ലഭ്യതക്കുറവും വിൽപ്പന സാധ്യമാവാതെ സൊസൈറ്റികളിൽ ആയിരക്കണക്കിന് ലിറ്റർ തേൻ കെട്ടിക്കിടക്കുന്നതുമാണ് തേൻ സംഭരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇടയാക്കിയതെന്നും DFO പറഞ്ഞു. സംസ്ഥാനത്തെ പ്രമുഖ വൈദ്യശാലകൾ ഉൾപ്പെടെ മരുന്നുകൾക്കും മറ്റുമായി നിലമ്പൂരിൽ നിന്നാണ് കാട്ടുതേൻ വാങ്ങിയിരുന്നത്. ഇപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് വളർത്തുതേൻ ലഭിക്കുന്നതിനാൽ നിലവിൽ നാമമാത്രമായാണ് കാട്ടുതേൻ വാങ്ങുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഒരു തേൻ കിട്ടുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ മേഖല. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കഴിഞ്ഞ വർഷം നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഇത് കൂടുതലായിട്ട് തേൻ കിട്ടി. അപ്പോൾ ആ തേൻ തന്നെ ഒരു 4 ടൺ തേൻ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ കൂടുതലായിട്ട് തേൻ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് ആദിവാസികൾ കൂടുതൽ ഇതിൽ ദുരന്തത്തിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ന്യൂസ് പേപ്പറിലും മറ്റ് TV ചാനൽസിലും ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് നമുക്ക് ലോക്കലിലെ ഇപ്പോൾ നമുക്ക് തേൻ എടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ ആദിവാസികൾ കൂടുതലുള്ള മേഖലകൾ, അതായത് വാണിയമ്പുഴ, നെല്ലിക്കുത്ത്, അതുപോലെ തന്നെ പാലക്കയം, ചേമ്പ്ര, ഈ മേഖലകളിൽ ഇപ്പോൾ ഇനി തേൻ സീസൺ നമുക്ക് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു. പക്ഷേ തേൻ ഇനി കിട്ടുന്ന വരെ തേൻ നമുക്ക് എടുക്കാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട്. അതിനുള്ള ഡയറക്ഷൻ ലോക്കൽ VSSക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കൂടുതൽ തേനുണ്ട്, അത് ഡിസ്പോസ് ചെയ്യാനുള്ള നടപടികൾ നമുക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ബൾക്കായിട്ട് തേൻ എടുക്കുന്ന ഇത് കോസ്മെറ്റിക് ഇൻഡസ്ട്രീസ് നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തേൻ എടുക്കുന്നില്ല. അതുകൊണ്ട് തേൻ കൂടുതൽ നമ്മുടെ കയ്യിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. അത് മറ്റു വഴികളിലും കൂടി റീറ്റെയിലായി ഡിസ്പോസ് ചെയ്യാനുള്ള ഇതും നമ്മൾ ചെയ്യുന്നുണ്ട്. വിൽപ്പന സാധ്യമാവാതെ ലിറ്റർ കണക്കിന് തേനാണ് ഓരോ ഊരുകളിലും കെട്ടിക്കിടക്കുന്നത്. ജനുവരി മുതൽ മെയ് ആദ്യവാരം വരെയാണ് തേൻ സീസൺ. കരടി ഉൾപ്പെടെ വന്യജീവികളുടെ ഭീഷണി മറികടന്ന് ജീവൻ പണയം വെച്ചാണ് ഉൾവനത്തിൽ നിന്ന് ആദിവാസികൾ ഉപജീവനത്തിനായി തേൻ ശേഖരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.